RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് 2021 ജനുവരി 8 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഉപകാരപ്രദമാണ്, തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കേരളത്തിൽ ഈ അടുത്തതായി സ്ഥിരീകരിച്ച പക്ഷിപ്പനി വൈറസ് ഏത്? വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് കൺഫേംസ് ബേർഡ് ഫ്ലൂ വൈറസ് ഇൻ കേരള. കേരളത്തിൽ ഈ അടുത്തതായി സ്ഥിരീകരിച്ച പക്ഷിപ്പനി വൈറസ് എന്ന് പറയുന്നത് H5N8 ഇനത്തിൽപ്പെട്ടതാണ്. H5N8 ശ്രദ്ധിക്കുക, H5N8. അടുത്ത ചോദ്യത്തിലേക്ക്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കൊറോണ വൈറസിനെ മനുഷ്യ ശരീരത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ പേരെന്ത്? കൊറോണ വൈറസിനെ മനുഷ്യ ശരീരത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ പേരെന്ത്? ഇപ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് കൊറോണ വൈറസ്. മനുഷ്യ ശരീരത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ പേര് ആണ് നമുക്ക് നോക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്സ് ദി കൊറോണ വൈറസ് ടു എൻ്റർ ദി ഹ്യൂമൻ ബോഡി? ടു എൻ്റർ ദി ഹ്യൂമൻ ബോഡി സ്പൈക്ക് പ്രോട്ടീൻസ് ആണ്. ഏതാണ്? സ്പൈക്ക് പ്രോട്ടീൻസ്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ സ്വിറ്റ്സർലൻഡിലെ വ്യക്തി ആര്? Who was the first person in Switzerland to be inscribed on a coin while still alive? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ സ്വിറ്റ്സർലൻഡിലെ വ്യക്തി റോജർ ഫെഡറർ ആണ്. ടെന്നീസ് താരമായ റോജർ ഫെഡറർ ആണ്. അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ അക്വാ ലാബ് നിലവിൽ വന്നത് എവിടെ? Where did the first aqua lab in India originate? ഇന്ത്യയിലെ ആദ്യത്തെ അക്വാ ലാബ് നിലവിൽ വന്നത് ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡിലെ തലസ്ഥാനമായ ഡെറാഡൂണിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അക്വാ ലാബ് നിലവിൽ വന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരള സർക്കാർ നിയോഗിച്ച 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? Who is the chairman of the 11th Pay Reform Commission appointed by the Government of Kerala? കേരള സർക്കാർ നിയോഗിച്ച 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ 11th പേ റിഫോം കമ്മീഷൻ എൻ്റെ പ്രധാന ചെയർമാൻ എന്ന് പറയുന്നത് കെ മോഹൻദാസ് ആണ്. ആരാണ്? കെ മോഹൻദാസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ചൈനയിൽ കാണാതായ, അതായത് ഇപ്പം കാണുന്നില്ല എന്നറിയപ്പെടുന്ന ആലിബാബ എന്ന ഈ വ്യാപാര കമ്പനിയുടെ ഉടമ ചൈനയിൽ അദ്ദേഹം മിസ്സിംഗ് ആണ്. ഇപ്പോൾ ആലിബാബ എന്ന പ്രധാന മൾട്ടിനാഷണൽ കമ്പനിയാണ്, വലിയ ദശകോടീശ്വരനാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല. ഈ വ്യാപാര കമ്പനിയുടെ ഉടമ ആര് എന്നുള്ളതാണ് ആലിബാബ എന്ന ഈ വ്യാപാര കമ്പനിയുടെ ഉടമ. ഹു ഓൺസ് ദി മിസ്സിംഗ് ഇ കൊമേഴ്സ് കമ്പനി ആലിബാബ ഇൻ ചൈന? ആരാണ് ഇങ്ങനെ കാണാതായ ഉടമ എന്നുള്ളത്? അദ്ദേഹം ജാക്മ ആണ്. ഉത്തരം ജാക്മ. ആലിബാബ കമ്പനി ശ്രദ്ധിക്കുക, ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് ആലിബാബ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. പുരുഷ ക്രിക്കറ്റിൽ 4th അമ്പയറായ ആദ്യ വനിത ആര്? പുരുഷ ക്രിക്കറ്റിലെ 4th അമ്പയറായ ആദ്യ വനിത. ഹു ഈസ് ദി ഫസ്റ്റ് വുമൺ ടു ബിക്കം ദി 4th അമ്പയർ ഇൻ മെൻസ് ക്രിക്കറ്റ്? ഇപ്പോൾ പുരുഷ ക്രിക്കറ്റിലെ 4th അമ്പയറായ 4ാം അമ്പയറായ ആദ്യ വനിത ആരാണെന്നാണ്? അത് ക്ലെയർ പൊളോസ്ക് ആണ്. ഇന്ത്യ ഓസ്ട്രേലിയ സിഡ്നി ടെസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ സിഡ്നി ടെസ്റ്റിലെ 4th അമ്പയറാണ് ക്ലെയർ പൊളോസ്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പുരുഷ ക്രിക്കറ്റിലെ 4th അമ്പയറായ ആദ്യ വനിതയാണ് ക്ലെയർ പൊളോസ്ക്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള ഈ വർഷത്തെ പെൻ ഹെസൽ ടിൽറ്റ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? ഹു വോൺ ദിസ് ഇയേഴ്സ് പെൻ ഹെസൽ ടിൽറ്റ്മാൻ അവാർഡ് ഫോർ ബെസ്റ്റ് ഹിസ്റ്റോറിക്കൽ ബുക്ക്? അനിത ആനന്ദാണ് ഈ അവാർഡ് പുരസ്കാരം ലഭിച്ചത്. ഇത് മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരമാണ് ഇവർക്ക് ലഭിച്ചത്. ആ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര് ദ പേർഷ്യൻ അസാസിൻ എന്നുള്ളതാണ്. ദ പേർഷ്യൻ അസാസിൻ, അത് എ ട്രൂ ടെയിൽ ഓഫ് മാസക്കർ, റിവെഞ്ച് ആൻഡ് ദി രാജ്. അത് ജാലിയൻവാല ബാഗ് മാസക്കറുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ രചന. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള ഈ വർഷത്തെ പുരസ്കാരമാണ് ഹെസൽ ടിൽറ്റ്മാൻ പുരസ്കാരം. ഇത് ലഭിച്ചത് അനിത ആനന്ദാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഭോപ്പാൽ വാതക ദുരന്തത്തിൽ മരിച്ചവർക്കായി സ്മാരകം പണിയുന്നത്? ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് എ മെമ്മോറിയൽ ബീയിങ് ബിൽഡ് ഫോർ ദി വിക്ടിംസ് ഓഫ് ദി റീസെന്റ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി? അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഭോപ്പാൽ ദുരന്തം നടന്നത്? മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശ് തന്നെയാണ് ഇതിന് സ്മാരകം പണിയുന്നത്. 1984 ഡിസംബർ 2-3 തീയതികളിലാണ് ഈ ദുരന്തം നടന്നത്. ഈ ദുരന്തത്തിന് കാരണമായ വാതകം മീഥൈൽ ഐസോസൈനേറ്റ് ആണ്.
അതായത് MIC എന്ന് പറയും, മീഥൈൽ ഐസോസൈനേറ്റ്. ഈ ദുരന്തത്തിന് കാരണമായ വാതകം MIC, മീഥൈൽ ഐസോസൈനേറ്റ് ആണ്. 1984 ഡിസംബർ 3-ാം തീയതി, 2-3 തീയതികളാണ് ഭോപ്പാൽ ദുരന്തം നടന്നത്. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ സോയൂസ് റോക്കറ്റിൽ ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപിച്ച ഫാൽക്കൺ I-2, സോയൂസ് റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത്. അത് ഏത് രാജ്യത്തിൻ്റെ മിലിറ്ററി ഉപഗ്രഹമാണെന്നുള്ളതാണ്. അതായത് ഫാൽക്കൺ I-2 ഏത് രാജ്യത്തിൻ്റെ മിലിറ്ററി ഉപഗ്രഹം. അപ്പോൾ ഇത് സോയൂസ് റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്, ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ദ ഫാൽക്കൺ 12, ഇവിടെ ഫാൽക്കൺ 12 അല്ല, ഫാൽക്കൺ I-2 ആണ്. Falcon I-2 recently launched from French Guyana on a Soyuz rocket is a military satellite of which country? ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, UAE ആണ്. ഇത് UAEയുടെ മിലിറ്ററി ഉപഗ്രഹമാണ് ഫാൽക്കൺ I-2 എന്നറിയപ്പെടുന്നത്. ഇത് സോയിസ് റോക്കറ്റിൽ ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. UAE ഫാൽക്കൺ I-2. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി. കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ആദ്യ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി ആരാണ്? ഫൈസർ വാക്സിൻ, അതായത് ബ്രിട്ടൻ്റെ വാക്സിൻ ആണ് സ്വീകരിച്ചത്. ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദി വേൾഡ് ടു റിസീവ് ദ കോവിഡ് വാക്സിൻ? മാർഗ്രറ്റ് കീനൻ ആണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി. മാർഗ്രറ്റ് കീനൻ ബ്രിട്ടീഷുകാരിയാണ്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ അന്തരിച്ച പൗലോ റോസി ഏത് രാജ്യത്തിൻ്റെ ഇതിഹാസ താരമാണ്? ദ റീസെൻ്റ്ലി ഡിസീസ്ഡ് പൗലോ റോസി ഇസ് എ ലെജൻഡറി സ്റ്റാർ ഓഫ് വിച്ച് കൺട്രി? ഇറ്റലിയുടെ ഫുട്ബോൾ താരമാണ്. ഇറ്റലിയിലെ വലിയ ഫുട്ബോൾ താരമാണ് പൗലോ റോസി. 1982 ലോക ഫുട്ബോൾ മത്സരത്തിൽ 6 ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു. പൗലോ റോസി ഇറ്റലിയുടെ ഏറ്റവും ഇതിഹാസ താരം എന്ന് തന്നെ പറയാവുന്ന താരമാണ്. ഓക്കെ, പൗലോ റോസി, ഇറ്റലി. അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി പാർക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കാൻ പോകുന്നത്? ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് വിൽ ദി വേൾഡ്സ് ലാർജസ്റ്റ് ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി പാർക്ക് ബി ബിൽറ്റ്? ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി പാർക്ക് നിർമ്മിക്കാൻ പോകുന്നത് ഗുജറാത്തിൽ. ശ്രദ്ധിക്കുക, ഗുജറാത്ത്. അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത് ചരമവാർഷികമാണ് 2020 ആചരിച്ചതെന്നുള്ളതാണ്. How many death anniversaries of Sardar Vallabhbhai Patel will be celebrated in 2020? 70ാമത്തെ ചരമവാർഷികമാണ്. സർദാർ വല്ലഭായ് പട്ടേലിന് എത്രാമത്തെ ചരമവാർഷികമാണ്? 70ാമത്തെ ചരമവാർഷികമാണ് 2020 ആചരിച്ചത്. ഇത് PSCയിലൊക്കെ ഇങ്ങനെ ചോദിക്കാം. 70ാമത്തെ ചരമവാർഷികമാണ് 2020 ആചരിച്ചത്. ഇനി സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചുള്ള ചില അഡീഷണൽ ആയിട്ട് വിവരങ്ങൾ കൂടി പറയാം. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് 31 ഒക്ടോബർ 1875, അതായത് 31 ഒക്ടോബർ 1875. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ നദീദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ ജനന തീയതി ഒന്ന് ഓർക്കുക, 31 ഒക്ടോബർ 1875. അദ്ദേഹം മരിച്ചത് ഡിസംബർ 15 1950. ഡിസംബർ 15 1950. അത് ബോംബെയിലാണ് മരിച്ചത്. ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ മുംബൈയിലാണ്. അത് 75 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്നത് സർദാർ പട്ടേൽ എന്നാണ്. അതേപോലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അയൺ മാൻ എന്നറിയപ്പെടുന്നു ഉരുക്കു മനുഷ്യൻ. അതേപോലെ ദ പയനിയർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ്, എല്ലാ അഖിലേന്ത്യാ സർവീസുകളുടെയും പയനിയറായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ സർദാർ എന്നറിയപ്പെടുന്നുണ്ട്, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നുണ്ട്, പയനിയർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് എന്നറിയപ്പെടുന്നുണ്ട്. മരിച്ചത് 1950. അപ്പോൾ 50ഉം 70ഉം 2020. അതാണ് 70ാം ചരമവാർഷികമാണ്. ജനിച്ചത് 1875 ഒക്ടോബർ 31. ഇനി നോക്കുക, ഇദ്ദേഹം ഏതൊക്കെ പോസ്റ്റുകൾ അലങ്കരിച്ചു എന്നുള്ളത്. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി കൂടിയാണ് ഇദ്ദേഹം. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്. ആ കാലയളവ് 15 ഓഗസ്റ്റ് 1947 മുതൽ 15 ഡിസംബർ 1950 വരെയാണ് അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. അതുപോലെ ആദ്യ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ആദ്യ ഹോം മിനിസ്റ്ററും കൂടിയായിരുന്നു അതേ കാലയളവ് തന്നെ. അതേപോലെ അദ്ദേഹം ജനിച്ച ഒക്ടോബർ 31 ഒരു പ്രത്യേക ദിനമുണ്ട്. നമ്മൾ ആചരിക്കുന്ന എന്തായിട്ടാണ്? ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് സർദാർ പട്ടേൽ. ഈ സെലിബ്രേറ്റഡ് ആസ് ദി നാഷണൽ യൂണിറ്റി ഡേ എന്ന് പറഞ്ഞാൽ ദേശീയ ഏകതാ ദിവസമായിട്ട് ഇത് ആചരിക്കുന്നത് വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തിലാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി 2018 ഒക്ടോബർ 31 രാജ്യത്തിന് സമർപ്പിച്ചു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇത് ഗുജറാത്തിലാണ്. ഇത് ഏകദേശം 182 മീറ്റർ അടി ഉയരത്തിലാണ് ഇത് ഉള്ളത്. 182 മീറ്റർ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. അതായത് 597 അടി. ധാരാളം കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് ഇന്ന് ഏതെങ്കിലുമൊക്കെ PSCയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. കോവിഡ് ബാധിച്ച് മരിച്ച എംബ്രോസ് ഡെലമിനി ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? എംബ്രോസ് ഡെലമിനി ഹു ഡൈഡ് ഡ്യൂ ടു കോവിഡ് ഈസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? എസ്വാട്ടിനി ആണ്. എസ്വാട്ടിനി എന്ന് പറഞ്ഞ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് എംബ്രോസ് ഡെലിമിനി. എസ്വാട്ടിനി. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 17ാമത്തെ 2020 ഡിസംബർ 17 വിക്ഷേപിച്ച ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? 2020 ഡിസംബർ 17 വിക്ഷേപിച്ച ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം വിച്ച് ഈസ് ഇന്ത്യസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ഓൺ ഡിസംബർ 17, 2020. ഏതാണ്? CMS-01 ആണ്. ശ്രദ്ധിക്കുക, CMS-01 ആണ് ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം. 2007 ഡിസംബർ 17. ഇത് PSLV C-50 റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത്. PSLV C-50 റോക്കറ്റിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. തപാൽ വകുപ്പും ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ഏത്? തപാൽ വകുപ്പും ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ഏത്? വിച്ച് ഈസ് എ ഫസ്റ്റ് ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ലോഞ്ച്ഡ് ബൈ ദ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. ആ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പിന്റെ പേര് ഡാക് പേ എന്നാണ്. അതായത് ഇന്ത്യൻ തപാൽ വകുപ്പും ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പാണ് ഡാക് പേ. എന്താണ്? ഡാക് പേ. അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 19ാമത്തെ ചോദ്യം. 2020 ഡിസംബർ 21 ഏതൊക്കെ ഗ്രഹങ്ങളുടെ മഹാസംഗമമാണ് ദൃശ്യമായത്? വിച്ച് ഓഫ് ദീസ് പ്ലാനറ്റ്സ് ഗ്രാൻഡ് കൺജങ്ഷൻ ഈസ് വിസിബിൾ ഓൺ ഡിസംബർ 21, 2020? ഇപ്പോൾ 2020 ഡിസംബർ 21 ഏതൊക്കെ ഗ്രഹങ്ങളുടെ മഹാസംഗമമാണ് നടന്നത്? ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ. വ്യാഴം ശനി ഗ്രഹങ്ങളുടെ മഹാസംഗമമാണ് 2020 ഡിസംബർ 21 നടന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ജനുവരിയിൽ ഗോവയിൽ നടക്കാൻ പോകുന്നത് എത്രാമത് രാജ്യാന്തര ചലച്ചിത്രമേളയാണ്? 2021 ജനുവരിയിൽ ഗോവയിൽ നടക്കാൻ പോകുന്നത് എത്രാമത് രാജ്യാന്തര ചലച്ചിത്രമേളയാണ്? 51ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയാണ് 2021 ജനുവരിയിൽ ഗോവയിൽ നടക്കാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ലോക യൂത്ത് കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ 18 വിഭാഗത്തിൽ ചാമ്പ്യനായ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഹു വാസ് ദ ചാമ്പ്യൻ ഇൻ അണ്ടർ 18 കാറ്റഗറി ഓഫ് വേൾഡ് യൂത്ത് ആൻഡ് കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ്? അപ്പോൾ ലോക യൂത്ത് കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 18 വിഭാഗത്തിൽ ചാമ്പ്യൻ നിഹാൽ സരിനാണ്. മലയാളിയാണ്. നിഹാൽ സരിനാണ്. ആരാണ്? നിഹാൽ സരിൻ. അടുത്ത 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2020 ഡിസംബർ 12 ഇസ്രായേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഇന്ത്യയുടെ അയൽരാജ്യം ഏത്? വിച്ച് ഈസ് എ നൈബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ ഓൺ ഡിസംബർ 12, 2020? ഏത് രാജ്യമാണ് ഇസ്രായേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്? ഇന്ത്യയുടെ അയൽരാജ്യമാണ്. ഏതാണ്? ഭൂട്ടാനാണ് ഇസ്രായേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച രാജ്യം. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.